1982 മേയിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യ പ്രചാരണ വിഷയമായിരുന്നു സരസൻ എന്ന വ്യക്തിയുടെ തിരോധാനം. ആരായിരുന്നു സരസൻ? പോൾപോട്ട് കടക്കുകയാണ് 1982 തെരഞ്ഞെടുപ്പിലെ ചർച്ചാ വിഷയമായ സരസന്റെ ജീവിതത്തിലേക്ക്. സ്വാഗതം. ചവറ വില്ലേജിൽ പുതുക്കാട്ടുമുറിയിൽ കൊട്ടടിയിൽ വീട്ടിൽ നാരായണന്റെ മകനായിരുന്നു 32 വയസ്സുകാരനായിരുന്ന സരസൻ. സരസനെ 1981 ജനുവരി 1 മുതൽ കാണാതായി. ചവറ ഇന്ത്യൻ റെയർ എർത്ത് കമ്പനിയിലെ ജീവനക്കാരനായിരുന്ന സരസന്റെ വിവാഹം ജനുവരി 25 നിശ്ചയിച്ചിരുന്നത്. വീട്ടിലെത്തിയ സരസൻ അമ്മയോട് സഹോദരിയുടെ കരുവാറ്റയിലെ വീട്ടിൽ പോകുകയാണെന്ന് പറഞ്ഞിറങ്ങിയതാണ്. പിന്നീട് തിരിച്ചു വരാഞ്ഞതോടെ 4 ദിവസത്തിനു ശേഷം അമ്മ ചവറ പോലീസിൽ പരാതി നൽകി. കോൺഗ്രസ് നേതാവ് കൺവീനറായി നാട്ടുകാർ സർവകക്ഷി സമിതി രൂപവൽക്കരിച്ച് പ്രക്ഷോഭം തുടങ്ങി. കേസന്വേഷണം ജനുവരി 27 ക്രൈംബ്രാഞ്ചിന് കൈമാറി. അന്ന് ചവറ MLA-യും വിദ്യാഭ്യാസ മന്ത്രിയുമായിരുന്നു RSP നേതാവ് ബേബി ജോൺ. ബേബി ജോണിന് നേരെയായിരുന്നു സരസൻ തിരോധാനത്തിന്റെ സംശയമുനകൾ വന്നു നിന്നത്. അതിന് കാരണവും ഉണ്ടായിരുന്നു. RSP പ്രവർത്തകനായിരുന്ന സരസന് ജോലി കിട്ടുന്നതിൽ ബേബി ജോൺ സഹായിച്ചിരുന്നു. അങ്ങനെയാണ് സരസൻ ബേബി ജോണിന്റെ യൂണിയന്റെ ട്രഷററായത്. ഇതിനിടെ പ്രാദേശിക സംഘടനാ പ്രശ്നങ്ങളെ തുടർന്ന് സരസൻ RSP യൂണിയൻ വിട്ട് INTUC-യിൽ ചേർന്നു. RSPക്കെതിരെ ശക്തമായ ആരോപണങ്ങൾ സരസൻ ഉന്നയിച്ചു. ഇതിനിടെയായിരുന്നു സരസന്റെ തിരോധാനം. സരസനെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയതാണെന്നും പിന്നിൽ ബേബി ജോണിന്റെ പ്രതികാരമാണെന്നും പ്രചാരമുണ്ടായി. മൃതദേഹം കടലിൽ തള്ളിയെന്നും കഥ പരന്നു. ചവറയിൽ പ്രതിഷേധ പെരുമഴ പെയ്തു. വിദ്യാർത്ഥികൾ പഠിപ്പ് മുടക്കി ക്രൈംബ്രാഞ്ച് ഓഫീസ് ഉപരോധിച്ചു. സമരക്കാർ ബസ് കത്തിച്ചു. കടകൾക്ക് നേരെ കല്ലെറിഞ്ഞു. അടുത്ത ദിവസം ഹർത്താൽ, പിറ്റേന്ന് മൗനജാഥ. ഫെബ്രുവരി 13 മുതൽ 1 മാസത്തേക്ക് നിരോധനാജ്ഞ പ്രഖ്യാപിക്കപ്പെട്ടു. മുൻ MP ശ്രീകണ്ഠൻ നായർ RSP ഭരണമുന്നണി വിടണമെന്ന് പ്രസ്താവന ഇറക്കി. സരസനെ മംഗലാപുരം റെയിൽവേ സ്റ്റേഷനിൽ കണ്ടുവെന്ന് മൊഴി നൽകിയ വ്യാപാരി ജമാലുദ്ദീനെ പോലീസ് തല്ലി ചതച്ചുവെന്ന് ആരോപണമുയർന്നു. സംഭവത്തിൽ 4 പോലീസ് ഉദ്യോഗസ്ഥർക്ക് കൊല്ലം സെഷൻസ് കോടതി 7 വർഷം തടവും വിധിച്ചു. പിന്നീട് ഇവരെ വെറുതെ വിട്ടു. ഇതിനിടെയാണ് 1982 മേയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നത്. മുഖ്യ പ്രചാരണ വിഷയം സരസന്റെ തിരോധാനമായിരുന്നു. ചവറയിൽ നിന്ന് മത്സരിച്ച ബേബി ജോൺ 621 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. ഒടുവിൽ 1986 നവംബറിൽ സരസനെ കർണാടക കുന്താപുരയിൽ നിന്ന് പോലീസ് പിടികൂടി. ഇതോടെ ദുരൂഹതയ്ക്ക് പരിസമാപ്തിയായി. മറ്റൊരു പേരിൽ അവിടെ കൂലിപ്പണിക്കാരനായി കഴിഞ്ഞുകൂടുകയായിരുന്നു സരസൻ. ഏതായാലും ബേബി ജോണിനെ തകർക്കാൻ ആസൂത്രണം ചെയ്ത പദ്ധതിയായാണ് സരസൻ തിരോധാനത്തെ തെരഞ്ഞെടുപ്പ് ചരിത്രം വിലയിരുത്തുന്നത്.